തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ വ്യാജ വോട്ട് പരാതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ ഹിയറിംഗ് തുടരുകയാണ്. പരാതിക്കാരൻ ധനേഷ് കുമാർ അടക്കമുള്ളവരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹിയറിംഗിന് എത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു, ഇതിൽ ഉടനടി തന്നെ ഹിയറിംഗ് നടത്തി വൈഷ്ണയെ കൂടി കേട്ടുകൊണ്ടൊരു തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളത്. നടപടികൾ തുടരുകയാണോ? വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും സാങ്കേതികതയുടെ പേരിൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, അതിന് ഹിയറിംഗ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. വൈഷ്ണയെ കൂടി കേട്ട് എന്താണ് പറയാനുള്ളത് എന്നത് കേട്ട് അതിനനുസരിച്ചാകണം തീരുമാനമെടുക്കേണ്ടത്. നിശിത വിമർശനമാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അലക്സ്, നടപടികൾ തുടരുകയാണോ? അനുജ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഹിയറിംഗ് നടക്കുകയാണ്. 2 മണിക്കൂറിനോട് അടുക്കുന്നു ഹിയറിംഗ് ആരംഭിച്ചിട്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലാണ് മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ, ഒപ്പം പരാതിക്കാരനായ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ്, നഗരസഭയിലെ ജീവനക്കാർ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ, ഒപ്പം വൈഷ്ണയുടെ അഭിഭാഷകർ അടക്കം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറായി ഹിയറിംഗ് പുരോഗമിക്കുകയാണ്. ഇതിൽ ഈ ഉദ്യോഗസ്ഥരോട് കഴിഞ്ഞ ദിവസം ഇന്നലെ നോട്ടീസ് നൽകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇവരുടെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് നേരത്തെ തന്നെ നോട്ടീസിൽ നൽകിയിരുന്നു. ആ തരത്തിൽ എന്താണ് നഗരസഭാ അധികൃതരും ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരും സ്വീകരിച്ച നടപടികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശദീകരിക്കും. ഒപ്പം വൈഷ്ണയുടെ ഭാഗം വൈഷ്ണയുടെ അഭിഭാഷകരും വൈഷ്ണയും വ്യക്തമാക്കുകയും ചെയ്യും. മുട്ടടയിൽ പേര് ചേർക്കാനായി നൽകിയ മേൽവിലാസത്തിൽ പിഴവുണ്ട്, അതുകൊണ്ടാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. അങ്ങനെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ, വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ വൈഷ്ണയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. ഒരു 24 വയസ്സുകാരിക്ക് സാങ്കേതികത്വം പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്നാണ് ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേക ഹിയറിംഗ് നടത്തി നാളെ 19-ാം തീയതിക്കുള്ളിൽ തീരുമാനം എന്തെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിനാലാണ് ഈ ഹിയറിംഗ് പുരോഗമിക്കുന്നത്. എന്താണെങ്കിൽ ഇവരുടെ ഭാഗങ്ങൾ കേൾക്കും. ഇപ്പോഴും പരാതിക്കാരൻ തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുന്നു. വൈഷ്ണ മുട്ടടയിലെ സ്ഥിരം താമസക്കാരിയല്ല. 7 വർഷം മുമ്പ് അവിടെ നിന്ന് താമസം മാറിപ്പോയവരാണ്, വീട് വിറ്റിട്ട് പോയവരാണ്. അത്തരത്തിൽ താമസമല്ലാത്ത സ്ഥലത്ത് വോട്ട് ചേർക്കുന്നതിനെ കള്ള വോട്ട് എന്ന് തന്നെയാണ് പറയുന്നതെന്നാണ് പരാതിക്കാരൻ ധനേഷ് കുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആ വാദം ഇന്നും ആവർത്തിക്കും. അതുമാത്രമല്ല, രണ്ടാമത് നൽകിയ അഫിഡവിറ്റിൽ ഈ വൈഷ്ണ നൽകിയ മേൽവിലാസം, ഒരു സുധാ ഭവൻ എന്ന് പറയുന്ന മേൽവിലാസത്തിൽ മറ്റൊരു വാടകക്കാരി കഴിഞ്ഞ 2 വർഷമായി താമസിക്കുന്നു എന്നതടക്കമുള്ള രേഖകൾ എന്നിവർ ഇവിടെ ഹാജരാക്കും. ഒപ്പം വൈഷ്ണ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ റോളിൽ അവർക്കുണ്ടായിരുന്ന പേര് ഈ മുട്ടടയിലെ വിലാസത്തിൽ തന്നെയായിരുന്നു. അതിനാൽ തന്റെ വോട്ട് നിഷേധിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വൈഷ്ണയുടെ അഭിഭാഷകനും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശദീകരിക്കും. എന്താണെങ്കിലും തീരുമാനം കൈക്കൊള്ളേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തീരുമാനം കോടതി അറിയിക്കുകയും ചെയ്യും. ഇതിലിപ്പോൾ ഈ പരാതിക്കാരൻ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രേഖകളടക്കം ഇന്ന് ഇവർക്ക് മുന്നിൽ ഹാജരാക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്താണ് വൈഷ്ണയുടെ ഭാഗത്തു നിന്ന് അവർക്ക് നൽകാനുള്ളത്? മുൻപ് ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ID കാർഡ്, പക്ഷെ കഴിഞ്ഞ തവണയൊന്നും ഇവർ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, അതിനൊക്കെ കൃത്യമായി എങ്ങനെയാണ് മറുപടി? താമസിക്കുന്നില്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ അവിടെ എന്നുള്ളതിനൊക്കെ എന്താണ് മറുപടി, അലക്സ്? അനുജ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ മുട്ടടയിൽ നിന്ന് ഇതേ മേൽവിലാസത്തിൽ തന്നെ ചേർത്ത വോട്ടർ പട്ടികയിൽ നിന്നാണ് താൻ വോട്ട് ചെയ്തതെന്ന് വൈഷ്ണ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയാണ് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വേറെയാണ്. പരാതിക്കാരൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് സ്ഥിരതാമസമല്ലാതിരുന്ന ആളുകളുടെ പേര് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതാണ്. വൈഷ്ണയുടെ കുടുംബത്തിലെ 2 വോട്ടും അടക്കം 6 വോട്ടുകൾ അത്തരത്തിൽ നീക്കം ചെയ്യണം. അവർ പല സ്ഥലങ്ങൾ, അമ്പലമുക്ക്, കുടപ്പനക്കുന്ന് തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറി താമസിക്കുന്നവരാണ്. അതിനാൽ അവരുടെ പേര് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് തന്റെ പരാതി എന്നാണ് ധനേഷ് കുമാർ വ്യക്തമാക്കുന്നത്. ആ പരാതി കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ വോട്ട് ചോരി പോലുള്ള വലിയ ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആ പരാതി മുഖവിലേക്ക് എടുത്തത്. വൈഷ്ണ പറയുന്നത് ഇതുവരെ ഈ പ്രശ്നം ഉയർന്നു വന്നില്ല. അതായത് നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു, അതുവരെ ആ പ്രശ്നം ഉയർന്നു വന്നിരുന്നില്ല. കെട്ടിട നമ്പറുകളുടെ അതായത് TC നമ്പറുകളുടെ സാങ്കേതികത്വം പറഞ്ഞ് വോട്ട് നിഷേധിക്കാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കപ്പെടുന്നത്
നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ സംശയം. ആ തരത്തിൽ അവർ നേരത്തെ വോട്ട് ചെയ്ത രേഖകൾ, അവരുടെ പക്കലുള്ള മറ്റ് ID പ്രൂഫുകൾ, ആധാർ, അതുപോലെ ഇലക്ട്രൽ വോട്ടർ ID തുടങ്ങിയ അവരുടെ കൈവശമുള്ള വ്യക്തിഗതമായ രേഖകളൊക്കെ അവർ ഹാജരാക്കും. തന്റെ കൃത്യമായുള്ള നേരത്തെ ആദ്യഘട്ടത്തിൽ സത്യവാങ്മൂലം നൽകുമ്പോൾ വൈഷ്ണവ് വ്യക്തമാക്കിയത് തനിക്ക് ആദ്യ TC നമ്പർ നൽകുന്നതിൽ പിഴവുണ്ടായി, അത് തെറ്റുപറ്റിയെന്ന് വൈഷ്ണവ് സത്യവാങ്മൂലത്തിൽ ഏറ്റു പറഞ്ഞിരുന്നു. പക്ഷെ അത് ക്ഷമിച്ച പുതിയ TC നമ്പർ അംഗീകരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് പുതിയ TC നമ്പർ നൽകിയത്. പുതിയ TC നമ്പറിന്റെ മേൽവിലാസം ഒരു സുധാഭവൻ എന്നുള്ളതാണ്. പക്ഷെ ആ സുധാഭവനിൽ നിലവിൽ താമസിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായി താമസിക്കുന്നത് മറ്റൊരു വാടകക്കാരിയാണ് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഇപ്പോൾ വാദിക്കാൻ ശ്രമിക്കുന്നത്. ആ തരത്തിൽ വാദങ്ങളും എതിർവാദങ്ങളും പുരോഗമിക്കുന്നു. എന്താണെങ്കിലും നിർണായകമാണ് വൈഷ്ണവെ സംബന്ധിച്ച്. ഒരേ വീട്ടു നമ്പറിൽ പല താമസക്കാർ, പല പേരുകൾ വരുന്നു എന്നുള്ളത് തന്റെ പ്രശ്നമല്ല, അത് സാങ്കേതികമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ള തരത്തിലേക്കാണ് വൈഷ്ണവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഹിയറിംഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.